പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിക്രമിൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടി വന്ന് കാറിൽ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടിട്ട് നന്ദിനി ഓടി അവിടേക്ക് ചെന്നിട്ട് ആരാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുകയാണ്, അല്ല ഈ ബ്രോക്കർ വിനായകൻ്റെ വീട് ഏതാണെന്നറിയാമോ? അപ്പോൾ നന്ദിനി പറയാം, അത് വിനയേട്ടനോ? എൻ്റെ ഭർത്താവാ, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി അവിടെ കിടന്ന് വിനയേട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേന്ന് പറയുന്നു. അങ്ങനെ വിനായകൻ വരുമ്പോൾ ആ പെൺകുട്ടി പറയാം, നമസ്കാരം, ഞാൻ രമ്യ എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ വിനായകൻ പെട്ടെന്ന് കൈ കൊടുക്കാൻ നോക്കിയിട്ട് നന്ദിനിയെ കണ്ടിട്ട് നമസ്കാരം എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറയാം, ഞാൻ രമ്യ, എനിക്കൊരു വീടിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ വിളിച്ചായിരുന്നല്ലോ. അപ്പോൾ വിനായകൻ പറയാം, ആ ഓർമ്മയുണ്ട്, ദാ ഈ വളവ് കഴിഞ്ഞ് മേളത്തെ വീട്ടിലാണ്, അങ്ങോട്ട് ചെല്ല്, ഞാൻ ദാ വരുന്നു. അങ്ങനെ ആ പെൺകുട്ടി ഓക്കെ താങ്ക് യു വിനയേട്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നന്ദിനി. ഇങ്ങനെ രൂക്ഷമായിട്ട് രണ്ടുപേരെയും നോക്കുന്നുണ്ട്. വിനായകനാണെങ്കിൽ ഞാൻ പോയി ആ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ബ്രോക്കർ ഫീസും വാങ്ങി വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകുന്നു. അങ്ങനെ നന്ദിനി അകത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ ചോദിക്കുക, ആരാ വന്നത്? നന്ദിനി പറയാം, അത് പിന്നെ ആ പുതിയ വീട്ടിൽ താമസിക്കാൻ ഒരു പെൺകുട്ടി വന്നതാ. വിനയേട്ടനെ അത് ശരിയാക്കി കൊടുത്തത്. അവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് അത്ര നല്ല പിള്ളയായിട്ട് തോന്നുന്നില്ല. ഇത് കേൾക്കുമ്പോൾ അമ്മ പറയാം, നീ ആരെ കണ്ടാലും ഇങ്ങനെ കുറ്റം പറയാൻ തുടങ്ങിക്കോ. ഒറ്റ നോട്ടത്തിൽ നിനക്ക് ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നു നന്ദിനി? അപ്പോൾ നന്ദിനി പറയാം, ആദ്യമേ തന്നെ അവള് വിനയേട്ടനെ കൈ കൊടുക്കാൻ നോക്കി. വിനയേട്ടൻ പിന്നെ ഡീസൻ്റ് ആയതുകൊണ്ടേ നമസ്കാരം എന്നാ പറഞ്ഞത്. അപ്പോൾ വേദ പറയുകയാണ്, അത് ചിലപ്പോൾ നന്ദിനി അടുത്ത് കൂടെ നിന്നിട്ടാവും. ഇത് കേട്ടിട്ട് നന്ദിനി പറയാം, എൻ്റെ വിനയേട്ടനെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഈ സമയം വിക്രം പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ അമ്മ ചോദിക്കുക, രാവിലെ തന്നെ നീ സർക്കിട്ടിന് ഇറങ്ങിയോ? ഇനി എപ്പോഴാണോ തിരിച്ചു വരുന്നത്? അപ്പോൾ വിക്രം പറയാം, ഇത് പതിവുള്ളതല്ലേ, പിന്നെ എന്താ പ്രത്യേകിച്ച് ചോദിക്കാൻ? അങ്ങനെ വിക്രം പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് വിനായകൻ്റെ കോള് വരുന്നു. ഇയാളെന്തിനാ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വിക്രം ആ ഫോൺ എടുക്കുമ്പോൾ വിനായകൻ ദാ അവിടെ നിൽക്കും, ഞാൻ ദാ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ വിക്രം ചോദിക്കുക, അല്ല വിനയേട്ടൻ എവിടെ, എങ്ങോട്ടാ പോയത്? അപ്പോൾ നന്ദിനി പറയതേ ആ മുകളിലത്തെ വീട്ടിൽ നിൽപ്പുണ്ട്, അവിടെ ഏതോ വാടകക്കാരെ ശരിയാക്കി കൊടുത്തത് വിനയേട്ടനാ. അങ്ങനെ പെട്ടെന്ന് തന്നെ വിനായകൻ ഓടി ഇറങ്ങി വരുന്നുണ്ട്. ഇതെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വന്ന ഉടനെ വിക്രമിൻ്റെ അടുത്ത് പറയാം, ഡാ ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ ഒന്ന് സഹായിക്കണം. അപ്പം വിക്രം പറയാം, എനിക്കെങ്ങും വയ്യ. അത് കേൾക്കുമ്പോൾ വിനായകൻ പറയാം, ഡാ നല്ല ചിക്കിളി തടയുന്നതാ, ഒന്ന് സഹായിക്കണ. വിനായകൻ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ അമ്മ പറയാം, പുതുതായിട്ട് വന്ന വീട്ടുകാരല്ലേടാ, ഒന്ന് സഹായിച്ചരേ, അയൽപ്പക്കക്കാരല്ലേ. അങ്ങനെ വിക്രം മനസ്സോടെ ആ സാധനങ്ങൾ ഇറക്കി വെക്കാനായിട്ട് ആ വീട്ടിലേക്ക് പോകുന്നു. അമ്മയും വേദയും എല്ലാവരും അകത്തേക്ക് കയറി പോകുന്നു. വിക്രം വിനായനോട് ചോദിക്കാം, തനിക്ക് എന്നെ അങ്ങോട്ട് ചെയ്തു കൊടുത്തൂടെ? അപ്പോൾ വിനായകൻ പറയാം, അതിന് പിന്നെ അത്രയ്ക്ക് സ്റ്റാമിനയൊന്നും എനിക്കില്ല. വിക്രം പറയാം, ഓരോ മനുഷ്യനെ മെനക്കെടുത്താൻ താൻ ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അങ്ങനെ പോവുകയാണ്. അങ്ങനെ നന്ദിനിയാണെങ്കിൽ വിനായനോട് ചോദിക്കുക, എന്താ നേരത്തെ അവൾ കൈ തരാൻ വന്നപ്പോൾ നിങ്ങൾ കൈ കൊടുക്കാൻ നോക്കുന്ന ഞാൻ കണ്ടല്ലോ. അപ്പോൾ വിനയൻ പറയാം, ഞാൻ നമസ്കാരമല്ലേ പറഞ്ഞത്. അപ്പോൾ നന്ദിനി പറയാം, കൈ കൊടുക്കാൻ പോയത് ഞാൻ കണ്ടു, ഞാൻ നോക്കുന്ന കണ്ടപ്പോഴാണ് നിങ്ങൾ മിണ്ടാ നിന്നത്. എന്താ നിങ്ങളെ സെറ്റപ്പ് വല്ലതും ആണോ? വിനായകൻ സെറ്റപ്പ് ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോന്നു. നന്ദിനി പറയാം, അല്ലേ തന്നെ ഇത്രയും സുന്ദരിയായ പെൺകുട്ടി ഇങ്ങേരെ വലയിലൊന്നും വീഴാൻ പോകുന്നില്ല എന്നൊക്കെ മനസ്സിൽ ആശ്വാസത്തോടെ ഇങ്ങനെ സംസാരിക്കുകയാണ്. വിക്രം ആ വീട്ടിൽ ചെന്നിട്ട് വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി അകത്തേക്ക് വെക്കുന്നുണ്ട്. വിക്രം ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടിയെ നോക്കിയിട്ടും പെൺകുട്ടി അതൊന്നും മൈൻഡ് ചെയ്ത് ഫോണിൽ തന്നെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിക്രം ഇടയ്ക്കിടയ്ക്ക് ആ പെൺകുട്ടിയെ നോക്കിയിട്ട് അവൾ ശ്രദ്ധിക്കുന്നതേയില്ല. അങ്ങനെ വിക്രം സാധനങ്ങൾ ഇറക്കിയിട്ട് മറ്റുള്ളവരോട് പറയുകയാണ്, ഇനിയുള്ള സാധനങ്ങളൊന്നും വെയിറ്റ് ഇല്ലാത്ത നിങ്ങൾക്ക് തന്നെ എടുത്തു വെക്കാം. എന്നിട്ട് ആ പെൺകുട്ടിയോട്, അതെ ഞാൻ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പെൺകുട്ടി, വിനായകൻ ചേട്ടൻ പറഞ്ഞിരുന്നു, താങ്ക്സ് എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എത്രയാ കൂലി എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാം, കൂലിയോ? അപ്പോൾ ആ പെൺകുട്ടി പറയാണ്, അതെ കൂലിക്ക് ആളെ വിടാന്നാ വിനായകൻ ചേട്ടൻ പറഞ്ഞത്. വിക്രം കൂലിയും അയാളോട് തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ വിക്രമിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരവിടെ തുണി അഴിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം രാധ ഓട്ടോയിൽ അവിടേക്ക് വരുന്നു. എന്നിട്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയാം, വിക്രമേട്ടാ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ നേരത്ത് എന്നോട് എന്തൊക്കെയാ പറഞ്ഞത്, വല്ലതും ഓർമ്മയുണ്ടോ? അപ്പോൾ കൂട്ടുകാർ ചോദിക്കാം, നീ എന്താണ് അവളോട് പറഞ്ഞത്? അപ്പോൾ ഓർമ്മയില്ലേ എന്ന് രാധ ചോദിക്കുമ്പോൾ വിക്രം പറയാം, അത് ഞാൻ നിന്നോട് നുണ പറഞ്ഞതാ, എനിക്ക് വേദയെ ഇഷ്ടം, ഞാൻ ഇനി വേദയുടെ കൂടെ ജീവിക്കുന്നതെന്ന് നിന്നോട് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പുറകെ നടക്കുന്നത്? ഇനിയും നീ എൻ്റെ പുറകെ നടക്കാൻ ഉദ്ദേശമെങ്കിൽ ഞാൻ ഇതേപോലെ ആയിരിക്കില്ല നിന്നോട് സംസാരിക്കാൻ പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് രാധ പറയുകയാണ്, നിങ്ങളുടെ വായിൽ നിന്ന് ഇത് നേരിട്ട് കേൾക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ രാധയാണെങ്കിൽ ദേഷ്യത്ത് സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് രാധ പറയാണ്, നിങ്ങളും അവളും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനൊന്നും കരുതണ്ട, അതിന് ഈ രാധ സമ്മതിക്കില്ല, നിങ്ങൾ നോക്കിക്കോ. അപ്പം വിക്രം പറയും, നീ നിന്റെ പണി നോക്കി പോയേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. രാധയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോവാണ്. അപ്പോൾ കൂട്ടുകാർ വിക്രമിനോട് പറയാം, അവള് ഇനി എന്തെങ്കിലും പണി തരുമോടാ? അപ്പം വിക്രം പറയാം, അവൾ എന്ത് ചെയ്യാനാ, അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ വിക്രമിൻ്റെ കൂട്ടുകാർ പറയാം, അവള് പീഡിപ്പിച്ചെന്നും പറഞ്ഞൊരു പീഡന പരാതി കൊടുത്താലേ നീ അവളുമായിട്ട് കറങ്ങാൻ പോയ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അവൾ പ്രൂവ് ചെയ്യും, പിന്നെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീ വേണം തെളിയിക്കാൻ, അവൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ വിക്രം പറയാം, രാധ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല.
അപ്പോൾ കൂട്ടുകാർ പറയാം അവള് കുഞ്ഞുനാൾ മുതൽ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതല്ലേ, ചിലപ്പം ഇങ്ങനെയൊക്കെ ചെയ്താലോ. എന്തായാലും പെൺശാപം നിന്നെ വിട്ടു പോയില്ല. അപ്പോൾ വിക്രം ചോദിക്കുക പെൺശാവോ അതെങ്ങനെ വരാനാ? അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് പിന്നെ കുഞ്ഞുനാൾ മുതൽ നിന്നെ സ്നേഹിക്കുന്ന രാധ നീ ഉപേക്ഷിച്ചപ്പോൾ ഇത്രയും സങ്കടപ്പെടുന്നു, അവളുടെ ശാപം കാണും. പിന്നെ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ വേദ അവൾ എന്തായാലും നിന്നെ ശപിക്കാതിരിക്കില്ല. അങ്ങനെ പെൺശാപം എന്നും നിന്റെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ കേൾക്കുമ്പോൾ വിക്രം ഒന്ന് പേടിക്കുന്നു. അങ്ങനെ വിക്രം ഇത് നേരെ വന്ന് ശ്രീനിവാസനോട് പറയുകയാണ്. ശ്രീനിസാറാണെങ്കിൽ വിക്രമിനെ കളിയാക്കൊണ്ട് നിനക്ക് ഇതിലൊക്കെ വിശ്വാസം വന്നു തുടങ്ങിയോ? ആ അതേ വന്നല്ലോ, നിനക്ക് ഇക്കാര്യങ്ങളിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയ ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിക്രം ചോദിക്കുക അല്ല സുധ മാം വന്നോ? അപ്പോൾ പെട്ടെന്ന് സുധ പറയുകയാണ് മാഡം ഒന്നൊന്നും വിളിക്കേണ്ട, എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ മതി. വിക്രം ശ്രീനിസാറിന്റെ ഭാര്യയോട് കുട്ടികളെ പറ്റി അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊക്കെ തിരക്കുമ്പോൾ അവർ മറുപടിയൊക്കെ കൊടുത്തിട്ട് ചായ ഇടാനായിട്ട് പോകുമ്പോൾ ശ്രീനിസാർ പറയാം ദേ വിക്രമിന് ഇപ്പം ചായ ഒന്നും വേണ്ട, വേറെ കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. അവന് പെൺശാപത്തെ പറ്റി ഒരു പേടി, അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായി പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് നീയാണല്ലോ. എന്തായാലും നീ തന്നെ ഇവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്ക് കുറച്ച് വേറെ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ ശ്രീനിസാർ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് സുധ ചോദിക്കുക എന്താ നിനക്ക് പ്രശ്നം? നിനക്ക് പേടിയുണ്ടോ? പോസിറ്റീവ് നെഗറ്റീവ് എനർജിയെ പറ്റി നിനക്ക് വിശ്വാസമുണ്ടോ? ഈ കൂടോത്രത്തിലൊക്കെ വിശ്വസിക്കണം. ചിലപ്പോൾ നിനക്ക് വേണ്ടി ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടുണ്ടെങ്കിലോ? അപ്പോൾ വിക്രം പറയാം ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. എങ്കിൽ ഈ പെൺശാപം അപ്പം പറയാം പോസിറ്റീവ് നെഗറ്റീവ് എനർജിയിൽ നിനക്ക് വിശ്വാസം ഉണ്ടല്ലോ, എങ്കിൽ പിന്നെ നീ ഇത് വിശ്വസിച്ചേ പറ്റൂ എന്ന് സുധ പറയുമ്പോൾ വിക്രം ഒന്ന് പേടിക്കുന്നു. എന്നിട്ട് സുധ പറയാം നെയ്യാറ്റിങ്കര നാരായണസ്വാമിയെ കണ്ടാലുണ്ടല്ലോ നിന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. പല സിനിമാ നടന്മാരും അദ്ദേഹത്തിൻ്റെ അഡ്വൈസാണ് കേൾക്കുന്നത്. അത് മാത്രമല്ല നിന്റെ ഈ ശ്രീനിസാർ ഉണ്ടല്ലോ ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്നെ ആരും അറിയാതെ ഈ നാരായണസ്വാമിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടും. പറയാൻ പറ്റില്ലല്ലോ പുറത്ത്. പ്രോഗ്രസീവ് പാർട്ടിയുടെ നേതാവായി പോയില്ലേ, ഈ MLA സ്ഥാനത്തിൻ്റെ കാര്യം വരെ നാരായണസ്വാമി പറഞ്ഞിട്ടുള്ളതാ. ഈ ശ്രീനിയേട്ടനും വിശ്വാസമൊക്കെ പിന്നെ നിന്നോട് പറയാൻ ബുദ്ധിമുട്ട് കാരണമാണ് ഇവിടെ നിന്ന് പോയത്. അപ്പോൾ നമുക്ക് സ്വാമിയെ കണ്ട് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാമെന്ന് സുധ പറയുന്നു. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് വിക്രം. അടുത്തതായിട്ട് കാണിക്കുന്നത് അച്ചമ്മ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അമ്മ പറയുകയാണ് കാറ് വിളിച്ചിട്ട് പോയാൽ പോരായിരുന്നു, എന്തായാലും മാഷൂടി വരട്ടെ. അപ്പോൾ അച്ചമ്മ പറയാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വൈകിട്ടാവുമ്പോൾ അങ്ങ് ചെല്ലില്ലേ, എനിക്കിങ്ങനെ ബസ്സിൽ കാറ്റും പറഞ്ഞ് കാര്യങ്ങളൊക്കെ ആളുകളെയും കണ്ട് കാര്യവും പറഞ്ഞ് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തൊക്കെ പോകുന്നതാണ് ഇഷ്ടം. പിന്നെ അവൻ്റെ നിർബന്ധത്തിനാണ് കാറിൽ വന്നത്. അങ്ങനെ നന്ദിനി ചോദിക്കുക ഇനി എന്നാ വരുന്നത്? അച്ചമ്മ പറയാം എന്തിനാ നിനക്ക് ഓടി വിളിക്കാനാണോ? അപ്പോൾ നന്ദിനി പറയാം അച്ചമ്മ എന്നെ മാത്രമേ കുറ്റപ്പെടുത്തൂ. പെട്ടെന്ന് വേദ ഞാൻ കൂടെ വരാം എന്ന് പറയുമ്പോൾ ബസ് സ്റ്റോപ്പ് വരെ മോളും വാ. അങ്ങനെ അച്ചമ്മ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അയൽപ്പക്കത്ത് വന്ന ആ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നു. ഞാൻ രമ്യ, അപ്പുറത്ത് താമസിക്കാൻ വന്നതാണെന്ന് പറയുന്നു. അപ്പോൾ അച്ചമ്മ ചോദിക്കുക അല്ല എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അങ്ങനെ ആ പെൺകുട്ടി IT കമ്പനിയുടെ പേരൊക്കെ പറയുന്നു. അങ്ങനെ എല്ലാവരും സംസാരിക്കുമ്പോൾ ആ പെൺകുട്ടി ഞാൻ മധുരം തരാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞിട്ട് ആ മധുരം കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അച്ചമ്മ പറയാം അല്ല ഈ പെൺകുട്ടിയെ കണ്ടിട്ടേ എന്തോ ഒരു വശപശകൊക്കെ തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയും വേദയും കൂടി അവിടെ നിന്ന് പോകുന്നു. നന്ദിനിക്ക് എന്തോ ഡൗട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രമും സുധയും കൂടി ആ നാരായണസ്വാമിയെ കാണാനായിട്ട് പോകുന്നു. അങ്ങനെ നാരായണസ്വാമി ഓരോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ വിക്രം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നാരായണസ്വാമി പറയുകയാണ് വിക്രം എന്നല്ലേ പേര്, പെൺശാപം അതല്ലേ പേടി. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അടുത്ത അടിപൊളി എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.